നമസ്തേ ബച്ചോ, ഏവർക്കും 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. മാറ്റ് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹീം. അധ്യാപകന് വേണമെങ്കിൽ എന്നെ അടിക്കാം, പക്ഷേ അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി थी. കാരണം എന്താണ് അതിന്? കാരണം ബേല സാഹിലിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് സ്വയം ഒരു നാണക്കേട് അനുഭവിക്കുകയാണിപ്പോൾ. ക്യോങ്കി വ ജാൻതി थी कि എന്തുകൊണ്ടെന്നാൽ അവൾ മനസ്സിലാക്കിയിരുന്നു വ സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹേ. അവൾ സാഹിലിൻ്റെ ദൃഷ്ടിയിൽ വളരെ നല്ല കുട്ടിയാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷെ അതിനിപ്പോൾ ഒരു ഭംഗം സംഭവിച്ചിരിക്കുകയാണ്. ജബ് വ ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസെ നസർ നഹി മിലാ പായി. അപ്പോൾ സാഹിലിൻ്റെ അടുക്കൽ പോയിരുന്നിട്ട് പോലും അവൾക്ക് അവനെ ഒന്ന് നോക്കാൻ പോലും ആർക്ക് സാധിച്ചില്ല? ബേലയ്ക്ക് സാധിച്ചില്ല. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അടുത്ത് നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. എന്താണ് പറഞ്ഞത്? ദീപാവലി കി ചുട്ടിയോങ്കെ ബാദ്, ദീപാവലിയുടെ അവധിയൊക്കെ കഴിഞ്ഞ്, ജബ് സ്കൂൾ ഖുലാത്തോ, എപ്പോഴാണോ സ്കൂൾ തുറന്നത്, ബേലാക്കെ സിർ പർ സഫേദ് പട്ടി ബന്ദീതി, അപ്പോൾ ബേലയുടെ തലയിൽ എന്ത് ചുറ്റിയിരുന്നു? ഒരു സഫേദ് പട്ടി, ഒരു വെള്ള തുണി അല്ലെങ്കിൽ ഒരു ബാൻഡേജ് ചുറ്റിയിരുന്നു. കോയി ഉസേ ഹോയേ ഹേ ഹോയേ സഫേദ് പട്ടി കഹ് രഹാ ഥാ. അപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ അവളെ എന്തെന്ന് വിളിക്കാനായിട്ട് തുടങ്ങി? ഹോയേ ഹേ ഹോയേ സഫേദ് പട്ടി, അയ്യേ വെള്ള തുണി ചുറ്റിയവളെ എന്ന് വിളിക്കാൻ തുടങ്ങി. തോ കോയി, മറ്റു ചിലരൊക്കെ സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജ്ഞി, അതായത് ഈ വെള്ള ബാൻഡേജ് തലയിൽ ചുറ്റിയത് കൊണ്ടൊരു എന്താണ് തലപ്പാവ് പോലെ തോന്നിയിട്ട് മറ്റു കുട്ടികൾ ഇവളെ സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് വിളിക്കാൻ തുടങ്ങി. തോ കോയി, മറ്റു ചില കുട്ടികൾ എന്തും വിളിച്ചു? കുച്ച് ഓർ കക്കർ ചിടാ രഹാദ, വേറെ എന്തൊക്കെയോ വിളിച്ച് അവളെ ഇങ്ങനെ ചിടാന മാനെ കളിയാക്കുക അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നു. അപ്പോൾ സാഹിൽ അവളെ കാണുന്നില്ല. ദീപാവലിയുടെ അവധി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കാഴ്ച സാഹിൽ കാണുന്നത്. അപ്പോൾ സാഹിൽ ചോദിക്കുകയാണ്, ഏ ക്യാ ഹോ ഗയാ ബേല, ബേല ഇത് നിനക്ക് എന്താണ് സംഭവിച്ചത്? സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച. സാഹിൽ വളരെ പരിഭ്രമിച്ചാണ് ചോദിച്ചത്, നിരാശയോടെ. എന്താണ് പറ്റിയെന്ന് അറിയത്തില്ല, അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ചദ്സേ ഗിർഗൈ ബേലാനെ ഹസ്തേ ഹുയേ കഹ. അപ്പോൾ ബേല പറഞ്ഞ മറുപടി എന്തായിരുന്നു? ചദ്സേ ഗിർഗൈ, ടെറസിൽ നിന്ന് വീണു. ബേലാനെ ഹസ്തേ ഹുയേ കഹ, ബേല എങ്ങനെയാണ് അതിന് മറുപടി നൽകിയത്? ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഓർ കഹ, എന്നിട്ട് പറഞ്ഞു, ബഹുത്ത് ദിൻ ഹോ ഗയേ, കുറേ ദിവസമായി. ആജ് ഖേൽഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ഠാങ് ഖേലേംഗേ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡ്രിൽ പീരീഡിൽ ഗാന്ധി സ്ക്വയറിൽ പോയിട്ട് എന്ത് ചെയ്യാം? ലങ്കടി ഠാങ്ക് ഖേലേംഗെ. ലങ്കടി ഠാങ്ക് മാനെ ഒറ്റക്കാലിൽ കളിക്കുക, അല്ലെങ്കിൽ എന്താണ് കൊന്തിക്കളി എന്നൊക്കെ പറയില്ലേ, അത് കളിക്കാമെന്ന് എന്ത് ചെയ്തു പറഞ്ഞു. നഹീം ഖേലേംഗെ തേരെ സിർമേ ഫിർസേ ലഗ് ജായേഗി തോ. നമുക്ക് കളിക്കണ്ട. തേരെ സിർമേ ഫിർസേ ലഗ് ജായേഗി തോ, നിന്റെ തലയിൽ നിന്ന് വീണ്ടും ഇനി എന്തെങ്കിലും വന്നാലോ എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. നഹീ ലഗേഗി ബേലാനെ സിദ്ദി. അപ്പോൾ സാഹിൽ എന്താണ് ബേല എന്താണ് പറഞ്ഞത്? നഹി ലഗേഗി, ഇല്ല ഒന്നും സംഭവിക്കത്തില്ല. ബേലാനെ സിദ്ദി, ബേല എന്ത് ചെയ്തു? നിർബന്ധം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलखंडी लंगड़ी ठांग खेले. എന്നിട്ട് എന്ത് ചെയ്യുകയും ചെയ്തു? വേ ഹമേശാക്കി തരഹ്, എല്ലാ തവണത്തെയും പോലെ, സാരേ ബച്ചോങ്കെ സാത്ത്, മുഴുവൻ കുട്ടികളോടുമൊത്ത് എന്ത് ചെയ്തു? ഗാന്ധി ചൗക്കി ബാലുമേം, ആ ഗാന്ധി സ്ക്വയറിലെ മണലിൽ പോയി, ഖേൽഖണ്ഡി ലങ്കടി ഠാങ് ഖേല്, ആ ഡ്രിൽ പീരീഡ് മുഴുവൻ അവർ ഒറ്റക്കാലിൽ കൊന്തി കളിച്ചു. इन बच्चों को अपने चारेम और खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती. ഈ കുട്ടികൾ തങ്ങളുടെ ചുറ്റാകെ ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധിജിയുടെ പ്രതിമ ഐസി ദിക്കായി പറ്റി, ഇങ്ങനെ കാണപ്പെട്ടു. ജൈസെ ഓർ സമയസെ കുച്ച് അധിക് മുസ്കുരാ രഹി ഹോ, മറ്റു സമയങ്ങളെക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്തു? കാണപ്പെട്ടു. രവിവാർ കാ ദിൻ ഥ, ഒരു ഞായറാഴ്ച ദിവസം. സാഹിൽ അപ്പനെ ഘർ മേ നീം കെ പേട്ട് കി ഡാലി പകഡ് കർ ചൂം രഹാ ഥാ. സാഹിൽ തൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുകയായിരുന്നു? നീം കെ പേട്ട് കി ഡാലി പകഡ് കർ, വേപ്പ് മരത്തിൻ്റെ ശിഖരം പിടിച്ച് ചൂം രഹാ ഥാ, ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വ ഏക് സ്റ്റൂൾ പർ ചട്കർ ചൂൽത്താ ഥാ, അവനൊരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി എന്നാണ് എന്ത് ചെയ്തത്? ആടിക്കൊണ്ടിരുന്നത്. അചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗൈ. പെട്ടെന്ന് ആ സ്റ്റൂളിൻ്റെ പൊട്ടിയ ഒരു കഷ്ണം, ഒരു ആണി എന്ത് ചെയ്തു? കീൽമാനെ ആണി എന്ത് ചെയ്തു? ഉസ്കി പിണ്ടലി മേ ലഗൈ, അവൻ്റെ കണങ്കാലിലേക്ക്, കാലിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്തു? കയറിപ്പോയി. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡാ ഹോ ഗയ, അത് 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവായി മാറുകയും ചെയ്തു. ഉസേ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले जाया गया.
അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ സാഹിലിനെ അവിടെ അടുത്തുള്ള ഒരു സർക്കാർ ഹോസ്പിറ്റലിലേക്ക് ആ മുറിവ് വെച്ച് കെട്ടുവാനായിട്ട് കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി ദോ ലോഗോं को छोड़कर आगे बेला खड़ी है. അവിടെ ചെന്നപ്പോഴാണ് സാഹിൽ ശ്രദ്ധിക്കുന്നത്, അവൻ നിൽക്കുന്നതിനും 2 ആൾക്കാർ മുന്നേ ആര് നിൽപ്പുണ്ട്, ബേല നിൽപ്പുണ്ട്. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ. ബേല എന്തിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നത്, അവളുടെ തലയിലെ അടുത്ത ബാൻഡേജ് ചുറ്റുവാൻ, പുതിയ ബാൻഡേജ് ചുറ്റുവാനായിട്ടാണ് അവൾ വന്നത്. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चा दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. അപ്പോൾ ലേഖൻ പ്രഭാത് പറയുകയാണ്, എന്താണ്, സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ, സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ, ഓർ കക്ഷാമേം കൈ ദിനം തക്, കൂടാതെ ക്ലാസ്സിലുമൊക്കെ കുറേ ദിവസത്തേക്ക് ഐസേ ബച്ചേ ദിക്കായി ദേത്തേ രഹേ, ഇങ്ങനെയുള്ള 2 കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഏകക്കെ സിർ പർ പട്ടി ബന്ദി ഹോത്തി, ഒരാളുടെ തലയിൽ എന്ത് ചുറ്റിയിരുന്നു, ബാൻഡേജ് ചുറ്റിയിരുന്നു. ഓർ ഏകക്കി പിണ്ടലിമേം, മറ്റൊരാളുടെ കണങ്കാലിലും എന്ത് ചെയ്തിരുന്നു, ബാൻഡേജ് ചുറ്റിയിരുന്നു. സഫേദ് പട്ടി വാലയെ ദോനോ കഹീം പർ ഭി സാത്ത് ഹി ദിക്കായി ദേത്തെ. അങ്ങനെ ഈ വെള്ള തുണി ചുറ്റിയ 2 പേരെയും എവിടെ നോക്കിയാലും നമുക്ക് ഒത്തൊരുമിച്ച് കാണുവാനും സാധിച്ചിരുന്നുള്ളൂ. 5वीं कक्षा का റിസൾട്ട് ആ ഗയ. അങ്ങനെ 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ദോനോ ഛഠീമേ ആ ഗയ. 2 പേരും എത്രാം ക്ലാസ്സിലേക്കായി, 6ാം ക്ലാസ്സിലേക്കായി. സ്കൂൾ 5वीं തക്ക് ഹി ഥാ. അപ്പോൾ ഇവർ പഠിക്കുന്ന ഈ സ്കൂള് 5ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ്. സാഹിൽ അബ് തും കഹാം പഠോഗെ, ബേലാനെ പൂച്ച. ബേല സാഹിലിനോട് ചോദിക്കുകയാണ്, സാഹിലെ നീ ഇനി എവിടെയാണ് പഠിക്കുന്നത്. ഓർ തും കഹാം പഠോഗി ബേല, സാഹിലിനെ പൂച്ച. അപ്പോൾ നമുക്കിതറിയാം, എന്താണ്, ഒരാൾ ചെയ്യുന്ന തന്നെ, ഒരാൾ പറയുന്ന തന്നെ മറ്റേ ആളും പ്രവർത്തിക്കും, ചെയ്യും, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ സാഹിലും അത് തന്നെ തിരിച്ചു ചോദിച്ചു, തും കഹാം പഠോഗി ബേല, നീ ഇനി എവിടെ പഠിക്കും ബേല എന്ന് സാഹിലും തിരിച്ചു ചോദിച്ചു. അപ്പോൾ ബേല അതിന് മറുപടി പറയുകയാണ്, മേരെ പാപ്പ കഹ്രഹേ ദേക്കി, എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നത് തുച്ഛ രാജകീയ കന്യാ പാഠശാലമേ പഠായെങ്കെ, എന്നെ ഇനി എവിടെയാണ്, രാജകീയ റോയൽ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ എന്താണ്, ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, സർക്കാർ ഗേൾസ് സ്കൂളിലാണ് ഇനി പഠിപ്പിക്കുന്നതെന്ന് എന്ത് ചെയ്തു, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് ബേല പറഞ്ഞു. മുझे अगले साल अजमेर भेज देंगे, वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेला रहूँगा. അപ്പോൾ സാഹിൽ മറുപടി പറയുകയാണ്, മുझे अगले साल, എന്നെ അടുത്ത വർഷം എന്ത് ചെയ്യും, അജ്മീർ ഭേജ് ദേങ്കെ, അജ്മീറിലേക്ക് അയക്കും. വഹാ ഏക്ക് ഹോസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. घर से दूर वहाँ अकेला रहूँगा, വീട്ടിൽ നിന്നും ദൂരെയായിട്ട് അവിടെ ഞാൻ ഇനി ഒറ്റയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നിന്ന് പഠിക്കുന്നതെന്ന് എന്ത് ചെയ്തു, സാഹിലും പറഞ്ഞു. അപ്പോൾ ബേല ചോദിക്കുകയാണ്, ക്യോം സാഹിൽ, അതെന്താ സാഹിലേ, പതാ നഹീ ക്യോം, എനിക്കറിയത്തില്ല എന്താണെന്ന് സാഹിൽ മറുപടി പറഞ്ഞു. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे. അപ്പോൾ ബേല ചോദിക്കുകയാണ്, അതായത് നീ പറഞ്ഞതിൻ്റെ അർത്ഥം നീ ഇനി ഫുലേരയിലും കാണത്തില്ലേ എന്നാണ് ചോദിച്ചു. അപ്പോൾ നഹീം തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന. അപ്പോൾ സാഹിൽ പറഞ്ഞു, ഇല്ല, നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ, പ്രോഗ്രസ് കാർഡ് കാണിക്കൂ എന്ന് സാഹിൽ പറഞ്ഞു. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു. ഓർ ബേല സാഹിൽ കാ, ബേല സാഹിലിൻ്റെയും റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ തേ. അപ്പോൾ ഇന്നാണ് അവരുടെ അവസാനത്തെ ദിവസം. അവർ മറ്റൊരാളുടെ അടുത്തിരിക്കുന്നതും, അല്ലെങ്കിൽ എന്താണ്, സാഹിൽ ബേലയുടെ പ്രോഗ്രസ് കാർഡ് നോക്കുന്നതും, ബേല സാഹിലിൻ്റെ പ്രോഗ്രസ് കാർഡ് നോക്കുന്നതും, ഇങ്ങനെ പരസ്പരം സാധനങ്ങളൊക്കെ മാറ്റി ഉപയോഗിക്കുന്നതൊക്കെ അവസാനത്തെ ദിവസം ഇന്നായിരുന്നു. തുമാരി ആങ്ക് മേ ആസു ക്യോ ആ രഹേ ഹൈ ബേല. അപ്പോൾ സാഹിൽ ചോദിക്കുകയാണ്, തുമാരി ആങ്ക് മേ ആസു ക്യോ ആ രഹേ ഹൈ ബേല, എന്താ ബേല നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നത്. അപ്പോൾ ബേല മറുപടി പറഞ്ഞു, മുझे क्या पता, എനിക്കെങ്ങനെ അറിയാം. ബേലാനെ ഡബ്ഡബായി ആങ്കോസെ ഹസ്തേ ഹുയെ കഹാ. ബേല ആ നിറ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സാഹിൽ എന്ത് ചെയ്യുകയാണ്, സാഹിൽ की आंखें बीर बहुटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. അങ്ങനെ ബേലയോട് കരയുകയാണോ എന്ന് ചോദിച്ചിട്ട് സാഹിലിനും എന്ത് സംഭവിച്ചു, സാഹിൽ की आंखें, സാഹിലിൻ്റെ കണ്ണുകളും ബീർ ബഹൂട്ടിക്ക് തര ലാൽ ഹോനെ ലഗീതി, ബീർ ബഹൂട്ടികളെ പോലെ ചുവന്ന് തുടുക്കുവാനായിട്ട് തുടങ്ങി. ഓർ ഉന്മേം, കൂടാതെ ആ കണ്ണുകളിൽ ബാരിഷ് കി ബൂന്തോം സ, മഴയുടെ തുള്ളികൾ പോലെ പാനി ഭർ ഗയാത, വെള്ളം നിറയുവാനും തുടങ്ങി. ബേല കഹനയിലേക്ക്, അപ്പോൾ ബേല പറയാനായിട്ട് തുടങ്ങി, മേ ചിടാവും അബുത്തുമേ, ഞാനിപ്പോൾ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ, കളിയാക്കട്ടെ എന്ന് ബേല പറയാൻ തുടങ്ങി. റോണി സൂരത് സാഹിൽ, റോണി സൂരത് സാഹിൽ. എന്നിട്ട് ബേല കളിയാക്കി, എന്തെന്ന്, റോണി സൂരത് സാഹിൽ, അയ്യേ കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞ് കളിയാക്കാനായിട്ട് തുടങ്ങി. ബാരിഷേ മാനേ മേ ഠേഠ് മഹീന ബാക്കി ഥാ.
മഴ വരുവാനായിട്ട് ഇനിയും 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിഷോं से पहले की बारिश का एक दिन था. പക്ഷേ ലേഖൻ പ്രഭാത് പറയുകയാണ് യഹ് ബാരിഷോं से पहले की, ഇത് മഴയ്ക്ക് മുമ്പുള്ള ബാരിഷ് കാ ഏക് ദിൻ ഥാ, മഴയുടെ ഒരു ദിവസമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അവരുടെ രണ്ടുപേരുടെയും വിഷമത്തെ, അവരുടെ ആ കരച്ചിലിനെയൊക്കെ സൂചിപ്പിച്ച് പറയുകയാണ്. ആസ്മാൻ മേ ഖടായേം ഖിരി ഥി, ആകാശത്തൊക്കെ മേഘങ്ങൾ നിറഞ്ഞു. ദൂൽഫരി തേസ് ഹവായേം ചൽ രഹി ഥി, ആ മഴ എന്താണ്? ധൂൾഫരി, പൊടി നിറഞ്ഞ, തേസവായും വളരെ വേഗത്തിൽ വീശുന്ന കാറ്റ് വീശിക്കൊണ്ടിരുന്നു. പാനി ബരസ് രഹാദ, മഴ പെയ്യുവാനായിട്ട് തുടങ്ങി. ഫുലേര കസ്ബേക്ക് ബാദൽ ചായി ഏക്ക് ഗലിമേം 5വീं से चढ़ी में चली गई एक लटकी जा रही थी. ആ ഫുലേര എന്ന് പറയുന്ന പട്ടണത്തിലെ ബാദൽ ചായി ഏക്ക് ഗലിമേം, മേഘങ്ങൾ നിറഞ്ഞു നിന്ന ഒരു തെരുവിലൂടെ 5വീं से चढ़ी में चली गई, 5ൽ നിന്നും 6ലേക്കായ ഏക്ക് ലട്കി ജാ രഹി ഥി, ഒരു പെൺകുട്ടി പോകുന്നുണ്ടായിരുന്നു. ഉസ്കെ പൂരെ ബാൽ ബീർബഹൂട്ടിയോं के रंग के लाल रिबन से बंधे थे, അവരുടെ ആ തവിട്ട് നിറമുള്ള മുടി എന്ത് ചെയ്തിരുന്നു? ബീർബഹൂട്ടിയോं के रंग के, ബീർബഹൂട്ടിയുടേതുപോലെ നിറമുള്ള ലാൽ റിബൻ സെ ബന്ധേതേ, ചുവന്ന റിബൺ കൊണ്ട് കെട്ടിവെച്ചിരുന്നു. ദൂസരി ദിശാക്കോ ജാത്തി ഏക്ക് ഗലീമേം, മറ്റൊരു ദിശയിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു തെരുവിൽ 5വീं से चढ़ी में गया एक 11 साल का लड़का जा रहा था, 5ൽ നിന്നും 6ലേക്കായ ഒരു ചെറുക്കൻ, ഒരു ആൺകുട്ടിയും പോകുന്നുണ്ടായിരുന്നു. इसकी पिंडली में बीरबहूटी के रंग का सा 1 इंच लंबा चोट का निशान था, അവൻ്റെ ഉള്ളംകാലിൽ എന്തുണ്ടായിരുന്നു? കണങ്കാലിൽ എന്തുണ്ടായിരുന്നു? 1 ഇഞ്ച് ആഴത്തിലുള്ള ബീർബഹൂട്ടിയുടേതുപോലെ നിറമുള്ള ഒരു മുറിവിൻ്റെ അടയാളവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കഥ തീർന്നിരിക്കുകയാണ്. എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് അവസാനം കിട്ടുന്നത്? അവസാനം ഈ കുട്ടികളുടെ ഒരു വേർപിരിയലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വേർപിരിയലിനെ ഹിന്ദിയിൽ എന്തെന്ന് പറയും? ബിച്ചുഡൻ. അപ്പോൾ ഈ കഥയിൽ ആദ്യം തുടക്കത്തിൽ ദോസ്തി, രണ്ട് കുട്ടികളുടെ സൗഹൃദത്തെ പറ്റിയും അവരുടെ സൗഹൃദത്തിലൂടെ ഈ കഥയുടെ അവസാനം അവരുടെ ബിച്ചുഡൻ, വേർപാടിനെയുമാണ് നമുക്ക് ലേഖൻ പ്രഭാത് കാണിച്ചു തന്നത്.